ഹലോ, വെൽക്കം ടു മാഡിയ ക്ലാസ്സസ്. ഈ വീഡിയോയിൽ നമുക്ക് ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ദ വാംത് ഓഫ് ലവ് പഠിക്കാം. ദ വാംത് ഓഫ് ലവ്, സ്നേഹത്തിന്റെ ഊഷ്മളത, അതാണ് യൂണിറ്റ് 1. ആദ്യത്തെ ചാപ്റ്റർ ആണ് ദ കിസ്സിംഗ് ഹാൻഡ്. ഇൻ ദ സ്റ്റോറി, a little raccoon named Chester is hesitant about going to school. ഈ കഥയിൽ റക്കൂൺ, ഈ ഒരു ജീവി, ചിത്രത്തിൽ കാണുന്ന ജീവിയാണ് റക്കൂൺ. ഇനി റക്കൂണിനെ അറിയാത്തവര് വീഡിയോ ഒക്കെ സെർച്ച് ചെയ്തിട്ട് കണ്ടു നോക്കുക. അവന്റെ പേരാണ് ചെസ്റ്റർ. ഈസ് ഹെസിസ്റ്റന്റ് അബൌട്ട് ഗോയിങ് ടു സ്കൂൾ. സ്കൂളിൽ പോകാൻ താല്പര്യമില്ലാതിരിക്കുന്നതിനാണ് ഹെസിറ്റന്റ് എന്ന് പറയാ. അപ്പൊ ഞാൻ പോകുന്നില്ല എന്ന് പറയുകയാണ്. നൗ ലെറ്റ് us see what happens to him. നമുക്ക് നോക്കാം എന്ത് സംഭവിക്കും അവനെന്ന്. Chester Raccoon stood at the edge of the forest and cried. Chester Raccoon stood at the edge of the forest. Edge of the forest എന്ന് പറഞ്ഞാൽ കാടിന്റെ അറ്റത്ത് നിന്നുകൊണ്ട് stood and cried, എന്നിട്ട് കരയുകയാണ്. cried. I don't want to go to school, he told his mother. അവൻ അവന്റെ അമ്മയോട് പറഞ്ഞു, I don't want to go to school, എനിക്ക് സ്കൂളിൽ പോവണ്ട. I want to stay home with you, എനിക്ക് നിങ്ങളുടെ കൂടെ വീട്ടിൽ നിന്നാൽ മതി. stay, അവിടെ തന്നെ നിൽക്കുക. I want to play with my friends, എനിക്ക് എൻ്റെ ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കണം. I want to play with my toys, എൻ്റെ ടോയ്സ് ഉപയോഗിച്ച് എനിക്ക് കളിക്കണം. I want to read my books, എനിക്ക് എൻ്റെ പുസ്തകങ്ങൾ വായിക്കണം. I want to swing on my swing, എനിക്ക് എൻ്റെ ഊഞ്ഞാലാടണം. ഇവിടെ രണ്ട് സ്വിംഗ് കണ്ടോ? ഒരു സ്വിംഗ് എന്ന് പറഞ്ഞാൽ ഊഞ്ഞാലാടുക. ഓൺ മൈ സ്വിംഗ്, എൻ്റെ ഊഞ്ഞാലിൽ. പ്ലീസ് മേ ഐ സ്റ്റേ ഹോം വിത്ത് യു, പ്ലീസ് ഞാൻ നിങ്ങളുടെ കൂടെ വീട്ടിൽ നിന്നോട്ടെ. മിസ് റക്കൂൺ took Chester by hand and nuzzled his ear. മിസ് റക്കൂൺ ചെസ്റ്ററിന്റെ അമ്മയാണ്. മിസ്റ്റർ റക്കൂൺ ആയിരുന്നെങ്കിൽ അച്ഛനും, മിസ് റക്കൂൺ ആയതുകൊണ്ട് അമ്മയുമാണ്. അമ്മ റക്കൂൺ ചെസ്റ്റർ ബൈ ദ ഹാൻഡ്, അവന്റെ കൈയിൽ മെല്ലെ പിടിച്ചിട്ട് and nuzzled his ear, അവന്റെ ചെവിയിൽ ചെറുതായിട്ട് ഇങ്ങനെ മൂക്കുകൊണ്ട് തൊട്ടുരുമ്മി. അപ്പൊ ഇതൊക്കെ പുതിയ വാക്കുകളാണ് നമ്മളിപ്പോ ഇവിടെ പഠിച്ചിരിക്കുന്നത്. എഡ്ജ് അറ്റം, ഫോറസ്റ്റ് കാട്, ക്രൈഡ് കരഞ്ഞു, സ്റ്റേ നിൽക്കുക, സ്വിംഗ് ഊഞ്ഞാൽ, സ്വിംഗ് ഊഞ്ഞാലാടുക, രണ്ടിനും സ്വിംഗ് എന്നാണ് പറയുന്നത്. നസൽഡ് സ്നേഹത്തോടെ തലോടി അല്ലെങ്കിൽ സ്നേഹത്തോടെ മൂക്കുകൊണ്ട് ഇങ്ങനെ തൊട്ടുരുമ്മി, അതാണ് നസൽഡ്. ഇവിടെ താഴെ ബോക്സിൽ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ചെസ്റ്റർ doesn't want to go to school. Why? ചെസ്റ്ററിന് സ്കൂളിൽ പോവണ്ടായിരുന്നു. എന്തുകൊണ്ട്? എന്താണ് അതിന്റെ കാരണം? ചെസ്റ്റർ doesn't want to go to school because he want to stay at home with his mother. അവൻ പറഞ്ഞ ആദ്യത്തെ കാരണമാണ് I want to stay home with you. രണ്ടാമത്തേതോ I want to play with my friends, I want to play with my toys, I want to read my books and I want to swing on my swing. അപ്പൊ അതെങ്ങനെ ഉത്തരമാക്കിയിട്ട് എഴുതാം? ചെസ്റ്റർ doesn't want to go to school. ക്വസ്റ്റ്യനിൽ തന്നെ ചെസ്റ്റർ doesn't want to go to school എന്നുണ്ട്. അപ്പൊ അത് അതേപടി എഴുതിയിട്ട് because, കാരണം he want to stay at home with his mother, play with his friends, play with his toys, read his books and swing on his swing. ഇനി രണ്ടാമത്തെ ചോദ്യം, ഇഫ് യു വെർ ഇൻ ചെസ്റ്റേഴ്സ് പ്ലേസ്, നിങ്ങളായിരുന്നു ചെസ്റ്ററിന്റെ സ്ഥാനത്തെങ്കിൽ വാട്ട് വുഡ് യു ഡു? നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടേതായിട്ടുള്ള ഉത്തരം എഴുതുക. നമുക്കിവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇഫ് ഐ വെർ ഇൻ ചെസ്റ്റേഴ്സ് പ്ലേസ്, ഐ വുഡ് ലിസൺ ടു മൈ മദർ ആൻഡ് ഗോ ടു സ്കൂൾ because I can learn new things, I can make friends and play with my toys after coming back home. അവിടെ ചെന്ന് കഴിഞ്ഞ് പുതിയ ഫ്രണ്ട്സിനെ കിട്ടും, അതുപോലെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. പിന്നെ കളിക്കുന്ന കാര്യം വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് വീട്ടിലിരുന്ന് കളിക്കാം.
Sometimes we all have to do things we don't want to do, she told him gently. അവനെ മെല്ലെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവന്റെ അമ്മ അവനോടായിട്ട് പറയുകയാണ്. Sometimes, ചില സമയങ്ങളിലൊക്കെ we all have to do things we don't want to do. Things we don't want to do എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്ത കാര്യങ്ങൾ അതും ചെയ്യേണ്ടി വരും. Even if they seem strange and scary at first. ഇനിയിപ്പോ അത് seem strange, അത് strange ആയിട്ട് തോന്നിയാലും അപരിചിതമായ നമുക്ക് ഇതുവരെ പരിചയമില്ലാത്ത ഒരു കാര്യം, നമ്മൾ ആദ്യമായിട്ട് ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ സ്കേറി എന്ന് പറഞ്ഞാൽ പേടിപ്പെടുത്തുന്ന. അപ്പോ ഇത് നമുക്ക് പരിചയമില്ലാത്തതോ പേടിപ്പെടുത്തുന്നതോ ഒക്കെ ആയിട്ട് നമുക്ക് ആദ്യം തോന്നും. ബട്ട് യു വിൽ ലവ് ദ സ്കൂൾ വൺസ് യു സ്റ്റാർട്ട്. പക്ഷേ നീ സ്കൂള് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും വൺസ് യു സ്റ്റാർട്ട്, ഒരിക്കൽ നീ തുടങ്ങിക്കഴിഞ്ഞാൽ. യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ് ആൻഡ് പ്ലേ വിത്ത് ന്യൂ ടോയ്സ്. നീ പുതിയ സുഹൃത്തുക്കളെ ഉണ്ടാക്കും. യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ് ആൻഡ് പ്ലേ വിത്ത് ന്യൂ ടോയ്സ്. നീ പുതിയ ടോയ്സ് ഉപയോഗിച്ച് കളിക്കാൻ തുടങ്ങും. യു ക്യാൻ റീഡ് ന്യൂ ബുക്സ് ആൻഡ് സ്വിങ് ഓൺ ന്യൂ സ്വിങ്. നിനക്ക് പുതിയ പുതിയ പുസ്തകങ്ങൾ വായിക്കാൻ പറ്റും, അതുപോലെ പുതിയ ഊഞ്ഞാലിൽ ഊഞ്ഞാലാടാനും പറ്റും. ഇതുവരെ കുട്ടി വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ടില്ല, ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പോ വരാൻ പോകുന്ന പുതിയ കാര്യങ്ങളെ ഓർത്ത് കുട്ടിക്ക് ടെൻഷൻ ആവുകയാണ്. അപ്പൊ അമ്മ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് കുട്ടിയെ ആശ്വസിപ്പിക്കുകയാണ്. ബിസൈഡ്സ്, അതുകൂടാതെ she added, I know a wonderful secret that will make your night at school seem as warm and cozy as your days at home. ഇവിടെ ഇത് കാട്ടിലുള്ള സ്കൂളാണ്, നമ്മളെ പോലെയല്ല. ഇവര് രാത്രിയാണ് സ്കൂളിൽ പോകുന്നത്. നോക്കിയേ, ഐ നോ എ വണ്ടർഫുൾ സീക്രട്ട്, എനിക്കൊരു രഹസ്യം അറിയാം. ദാറ്റ് വിൽ മേക്ക് യുവർ നൈറ്റ്സ്, അത് നിന്റെ രാത്രികളെ, സ്കൂളിലുള്ള രാത്രികളെ വാം ആൻഡ് കോസി ആസ് യുവർ ഡേയ്സ് അറ്റ് ഹോം, വീട്ടിലുള്ളതുപോലെ തന്നെ ചൂടുള്ളതും അതുപോലെ കോസി എന്ന് പറഞ്ഞാൽ ഭയങ്കര സുഖമുള്ളതും ആക്കി മാറ്റാം. അപ്പൊ എനിക്കൊരു സീക്രട്ട് അറിയാം. അപ്പൊ നീ വീട്ടിലിരിക്കുമ്പോൾ എത്രത്തോളം ചൂടായിട്ട് അല്ലെങ്കിൽ എത്രത്തോളം സുഖകരമായിട്ടാണോ ഇരിക്കുന്നത്, അതുപോലെ തന്നെ സ്കൂളിലും നല്ല വാമായിട്ടും കോസി ആയിട്ടും വെക്കാനുള്ള രഹസ്യം എനിക്കറിയാം. ചെസ്റ്റർ wiped away his tears and looked interested. ചെസ്റ്റർ പെട്ടെന്ന് അവന്റെ കണ്ണുനീരൊക്കെ തുടച്ചു. wiped away, തുടച്ചു കളഞ്ഞു. and looked interested, അപ്പൊ പറഞ്ഞ കാര്യത്തിലേക്ക് പെട്ടെന്ന് ഇൻട്രസ്റ്റഡ് ആയി. സീക്രട്ട്? കൈൻഡ് ഓഫ് സീക്രട്ട്? സീക്രട്ടോ? എന്ത് തരം സീക്രട്ട്? എ വെരി ഓൾഡ് സീക്രട്ട്, said മിസ് റക്കൂൺ. മിസ് റക്കൂൺ പറയാ, ഒരു വളരെ പഴയ രഹസ്യമാണ്. ഐ ലേൺഡ് ഇറ്റ് ഫ്രം മൈ മദർ. ഞാനിത് എൻ്റെ അമ്മയുടെ അടുത്തു നിന്നാണ് മനസ്സിലാക്കിയത്. ആൻഡ് ഷീ ലേൺഡ് ഇറ്റ് ഫ്രം ഹർ മദർ. എൻ്റെ അമ്മ അമ്മയുടെ അടുത്തു നിന്നാണ് ഈ സീക്രട്ട് മനസ്സിലാക്കിയത്. ഇറ്റ്സ് കോൾഡ് ദ കിസ്സിംഗ് ഹാൻഡ്. അമ്മ പറയാ, ഇറ്റ്സ് കോൾഡ് ദ കിസ്സിംഗ് ഹാൻഡ്. എന്താണ് ആ രഹസ്യം? അതാണ് കിസ്സിംഗ് ഹാൻഡ്. ദ കിസ്സിംഗ് ഹാൻഡ്? ആസ്ക്ഡ് ചെസ്റ്റർ. കിസ്സിംഗ് ഹാൻഡോ എന്ന് ചെസ്റ്റർ ചോദിക്കുക. വാട്ട്സ് ദാറ്റ്? അതെന്താണ്? ഐ വിൽ ഷോ യു. അമ്മ പറഞ്ഞു, ഞാൻ നിന്നെ കാണിച്ചു തരാം. അപ്പൊ നമ്മൾ ഇവിടെ കണ്ട പുതിയ വേർഡ്സ് ഏതൊക്കെയാണ്? ജെന്റ്ലി, ശാന്തമായി, ഭയങ്കര മൃദുവായി. സ്ട്രേഞ്ച്, അപരിചിതമായ. സ്കേറി, പേടിപ്പെടുത്തുന്ന. ബിസൈഡ്സ്, അത് കൂടാതെ. വണ്ടർഫുൾ, അത്ഭുതകരമായ. കോസി, സുഖകരമായ. വൈബ്ഡ്, തുടച്ചു. ഇൻട്രസ്റ്റഡ്, താല്പര്യമുള്ള. ഇവിടെയും താഴെ ഒരു ബോക്സിൽ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ചെസ്റ്റേഴ്സ് മദർ ടോൾഡ് ഹിം ദ ഓൾഡ് സീക്രട്ട്. മേ ബി ദ സീക്രട്ട്? എന്തായിരിക്കും ചെസ്റ്ററിന്റെ അമ്മ പറഞ്ഞ ആ പഴയ രഹസ്യം? എന്തായിരിക്കും ആ സീക്രട്ട്? ഒന്ന് ഊഹിച്ചു നോക്കൂ. ഒരു കാര്യം നമുക്കറിയാം, ദ സീക്രട്ട് ഇസ് കോൾഡ് ദ കിസ്സിംഗ് ഹാൻഡ്. അതാണ് അതിന്റെ പേര്. പക്ഷെ എന്താ കാര്യം എന്ന് നമുക്ക് അറിയില്ല അല്ലെ? അതറിയാൻ വേണ്ടി നമുക്ക് കഥ വായിച്ചു നോക്കാം. Miss Raccoon took Chester's left hand and spread his tiny fingers into a fan. അമ്മ റക്കൂൺ ചെസ്റ്ററിന്റെ ലെഫ്റ്റ് ഹാൻഡ് എടുത്തു, എന്നിട്ട്
അതിലുള്ള ടൈനി ഫിംഗേഴ്സ്, ചെറിയ വിരലുകൾ ഒരു ഫാൻ പോലെ വിടർത്തി വെച്ചു. അതിനുശേഷം ലീനിങ് ഫോർവേഡ്, മുന്നോട്ട് ആഞ്ഞു നിന്ന് ഷീ കിസ്ഡ് ചെസ്റ്റർ, അവള് ചെസ്റ്ററിനെ കിസ് ചെയ്തു. എവിടെയാണ്? റൈറ്റ് ഇൻ ദ മിഡിൽ ഓഫ് ഹിസ് പാം. കൈപ്പത്തി ഇങ്ങനെ വിടർത്തി വെച്ചിട്ടില്ലേ, അതിന്റെ കൃത്യം നടുക്കായിട്ട് ഒരു ഉമ്മ കൊടുത്തു. ചെസ്റ്റർ ഫെൽറ്റ് ഹിസ് മദേഴ്സ് കിസ് റഷ് ഫ്രം ഹിസ് ഹാൻഡ് അപ്പ് ഹിസ് ആം ആൻഡ് ടു ഹിസ് ഹാർട്ട്. അമ്മ അങ്ങനെ കിസ് ചെയ്ത് കൊടുത്തപ്പോ പെട്ടെന്ന് അവന് ആ ഒരു ഉമ്മ കൈപ്പത്തിയുടെ നടുക്കിൽ നിന്ന് കൈയിലേക്കും അതിനുശേഷം അവന്റെ ഹൃദയത്തിലേക്കും ഫീൽ ചെയ്യാൻ തുടങ്ങി. ഈവൻ ഹിസ് സിൽക്കി ബ്ലാക്ക് മാസ്ക് ടിങ്കിൾഡ് വിത്ത് എ സ്പെഷ്യൽ വാംത്. അത് മാത്രമല്ല, സിൽക്കി, അവന്റെ പട്ടുപോലെ മൃദുവായ ബ്ലാക്ക് മാസ്ക് എന്ന് പറഞ്ഞാൽ അവന്റെ കണ്ണിന് ചുറ്റുമുള്ള ആ കറുപ്പ് കളറിനെയാണ് ഇവിടെ മാസ്ക് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലും ടിങ്കിൾഡ് വിത്ത്, പ്രത്യേക ഒരു ഫീലിങ്സ് വരികയാണ്. ടിങ്കിൾഡ് വിത്ത് എ സ്പെഷ്യൽ വാം, ഒരു ഊഷ്മളമായ അല്ലെങ്കിൽ ഭയങ്കര സുഖകരമായ ഒരു ഫീലിംഗ് അവന് തോന്നി. മിസ് റക്കൂൺ സ്മൈൽഡ്, അമ്മ റക്കൂൺ ചിരിച്ചു. നൗ ഷീ ടോൾഡ് ചെസ്റ്റർ, അതിനുശേഷം ചെസ്റ്ററിനോടായിട്ട് പറയാ, whenever you feel lonely and need a little love from home, just press your hand to your cheek and think, Mummy loves you. എന്നിട്ട് അവനോട് അമ്മ എന്താണ് പറഞ്ഞത്? whenever you feel lonely, നിനക്ക് എപ്പോഴെങ്കിലും നീ ഒറ്റയ്ക്കായെന്ന് തോന്നുകയാണെങ്കിൽ, ലോൺലി, ഒറ്റപ്പെടൽ, നീഡ് എ ലിറ്റിൽ ലവ് ഫ്രം ഹോം, ഇനി നിനക്ക് വീട്ടിൽ നിന്നുള്ള സ്നേഹം വേണമെന്ന് തോന്നുകയാണെങ്കിൽ, ജസ്റ്റ് പ്രസ് യുവർ ഹാൻഡ്, നിന്റെ കൈ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുക, ടു യുവർ ചീക്ക്, എവിടേക്കാ? ആ മുഖത്തിനോട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുക. ആൻഡ് തിങ്ക്, എന്നിട്ട് ചിന്തിക്കണം, മമ്മി ലവ്സ് യു, മമ്മിക്ക് നിന്നെ വളരെയധികം ഇഷ്ടമാണ്. മമ്മി ലവ്സ് യു. ആൻഡ് ദാറ്റ് വെരി കിസ് വിൽ ജംപ് ടു യുവർ ഫേസ് ആൻഡ് ഫിൽ യു വിത്ത് ടോസ്റ്റി വാം തോട്ട്സ്. അപ്പോ കയ്യിലുള്ള ആ ഒരു കിസ്, അത് വിൽ ജംപ് ടു യുവർ ഫേസ്, അത് നിന്റെ മുഖത്തിലേക്ക് ചാടി വന്നിട്ട് ഫിൽ യു വിത്ത് ടോസ്റ്റി വാം തോട്ട്, നല്ല ചിന്തകളാൽ നിന്നെ നിറയ്ക്കും. ഷീ ടുക്ക് ചെസ്റ്റേഴ്സ് ഹാൻഡ് ആൻഡ് കെയർഫുള്ളി റാപ്ഡ് ഹിസ് ഫിംഗേഴ്സ് അറൌണ്ട് ദ കിസ്. എന്നിട്ട് അമ്മ എന്ത് ചെയ്തു? കൈയുടെ നടുക്കാണ് ഉമ്മ കൊടുത്തിരിക്കുന്നത് അല്ലേ? എന്നിട്ട് ആ ഫിംഗേഴ്സ്, നേരത്തെ നിവർത്തി വെച്ചിരിക്കുന്ന ആ ഫിംഗേഴ്സിനൊക്കെ ഉള്ളിലേക്ക് മെല്ലെ മടക്കിയിട്ട് റാപ്ഡ് ഹിസ് ഫിംഗേഴ്സ് അറൌണ്ട് ദ കിസ്. ഇപ്പൊ കണ്ടാ എന്താ തോന്നുക? ആ കിസ് കൈയിൻ്റെ ഉള്ളിൽ അങ്ങനെ പൊതിഞ്ഞിരിക്കുകയാണ്. കിസ്സിന് കൈകൾ കൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ്. എന്തൊക്കെ പുതിയ വേർഡ്സ് ആണ് നമ്മൾ ഇവിടെ പഠിച്ചത്? സ്പ്രെഡ്, നിവർത്തി, ടൈനി, കുഞ്ഞ്, പാം, ഉള്ളം കൈ, റഷ്, വേഗത്തിൽ കടന്നു പോവുക, പെട്ടെന്ന് വരിക, സിൽക്കി, പട്ട് പോലെയുള്ള, ടിങ്കിൾഡ്, ഒരു തരിപ്പുണ്ടായി, ഒരു ഇക്ലിയൊക്കെ പോലെ ഉണ്ടായി, ചീക്ക്, കവിൽ, ടോസ്റ്റി, ആശ്വാസകരമായ, ചൂടുള്ള അല്ലെങ്കിൽ ഭയങ്കര സുഖകരമായ എന്നൊക്കെയാണ്. റാപ്ഡ്, മടക്കി വെക്കുക അല്ലെങ്കിൽ പൊതിഞ്ഞു എന്നൊക്കെ പറയില്ലേ, അതാണ് റാപ്ഡ്. ഇവിടെയും ബോക്സിൽ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്താണ് ആ ക്വസ്റ്റ്യൻ? ഹൗ ഡിഡ് മിസ് റക്കൂൺ ഹെൽപ്പ് ചെസ്റ്റർ ഓവർകം ഹിസ് ഫിയർ? എങ്ങനെയാണ് അമ്മ റക്കൂൺ ചെസ്റ്ററിനെ ഹെൽപ്പ് ചെയ്തത്? അമ്മ റക്കൂൺ അവന്റെ കൈ നിവർത്തി ഉള്ളം കൈയിൽ ഒരു ഉമ്മ കൊടുത്തല്ലേ? എന്നിട്ട് അവനോട് പറഞ്ഞു, എപ്പോഴൊക്കെ നിനക്ക് വീട്ടിലെ സ്നേഹം വേണമെന്ന് തോന്നുന്നോ അപ്പോഴൊക്കെ നീ ആ കൈ കവിളിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് ആ ഉമ്മ കവിളിൽ ഫീൽ ചെയ്യാൻ പറ്റും. അപ്പൊ നിനക്ക് അമ്മ നിന്നെ ഇഷ്ടപ്പെടുന്നു, അമ്മ ലവ്സ് യു എന്നുള്ള ഫീലിംഗ് വരും എന്ന് പറഞ്ഞു. അത്ര വിശദമായിട്ട് നിങ്ങൾക്ക് എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെയും എഴുതാം. മിസ് റക്കൂൺ ഹെൽപ്ഡ് ചെസ്റ്റർ ഓവർകം ഹിസ് ഫിയർ ബൈ ഗിവിംഗ് ഹിം ദ കിസ്സിംഗ് ഹാൻഡ്, റിമൈൻഡിങ് ഹിം, അവൻ എന്നിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്, that her love would always be with him. അമ്മയുടെ സ്നേഹം നിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അവന്റെ കയ്യില് സെന്ററിൽ അമ്മ ഒരു കിസ് കൊടുക്കുകയാണ്. എന്നിട്ട് എന്ത് സംഭവിച്ചിട്ടുണ്ടാകും? നമുക്ക് വായിച്ചു നോക്കാം. Now be careful not to lose it, she teased him. ഓക്കെ, ഇപ്പൊ വളരെ കെയർഫുൾ ആയിരിക്കണം, ശ്രദ്ധയോടെ ഇരിക്കണം. She teased him, അമ്മ അവനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. But don't worry, when you open your hands to wash after having food, I promise the kiss will stick.
ആഫ്റ്റർ ഹാവിംഗ് ഫുഡ് കഴിച്ചതിന് ശേഷം കൈ വാഷ് ചെയ്യുന്ന സമയത്ത് ഐ പ്രോമിസ് ദ കിസ് വിൽ സ്റ്റിക്ക്, അത് ഒഴുകി പോവൊന്നുമില്ല, അത് കയ്യിൽ തന്നെ ഒട്ടി നിൽക്കുമെന്ന് അവനോട് അമ്മ പറഞ്ഞു. ചെസ്റ്റർ ലവ്ഡ് ദിസ് കിസ്സിംഗ് ഹാൻഡ്. ചെസ്റ്ററിന് ഈ കിസ്സിംഗ് ഹാൻഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു. Now he knew his mother's love would go with him wherever he went. ഇപ്പൊ അവൻ അറിയാം എവിടെയൊക്കെ അവൻ പോകുന്നോ, wherever he went, mother's love would go with him. അമ്മയുടെ സ്നേഹം അവന്റെ കൂടെ തന്നെ പോകും. Even to the school, സ്കൂളിലേക്ക് പോലും അമ്മയുടെ സ്നേഹം അവന്റെ കൂടെ പോകും. That night, Chester stood in front of his school and looked thoughtful. അന്ന് രാത്രി ചെസ്റ്റർ stood in front of his school. ചെസ്റ്റർ അവന്റെ സ്കൂളിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് looked thoughtful, ഒരു ചിന്തയോടെ നിൽക്കുകയാണ്. Suddenly he turned to his mother and grinned. അമ്മ അവനെ സ്കൂളിൽ വിടാൻ പോയിരിക്കുകയാണ്. Suddenly he turned to his mother. പെട്ടെന്ന് അവൻ അവന്റെ അമ്മയുടെ അടുത്തേക്ക് തിരിഞ്ഞു. എന്നിട്ട് അമ്മയോട് പുഞ്ചിരിച്ചു. Grinned. Give me your hand, he told her. എന്നിട്ട് അമ്മയോട് പറയാ, give me your hand. അമ്മയുടെ കൈ തരൂ. Chester took his mother's hand in his own. അവൻ അമ്മയുടെ കൈ അവന്റെ കയ്യിലെടുത്തു. And unfolded her large familiar fingers into a fan. എന്നിട്ട് അമ്മയുടെ ലാർജ് ഹാൻഡ് എടുത്തിട്ട് അതിലുള്ള ഫിംഗേഴ്സ് ഒക്കെ ഒരു ഫാൻ പോലെ വിടർത്തി വെച്ചു. നെക്സ്റ്റ് he leaned forward and kissed the center of her hand. അതിനുശേഷം അവൻ മുന്നോട്ട് ആഞ്ഞു നിന്ന് അവന്റെ അമ്മയുടെ കൈയിന്റെ സെന്ററിൽ കിസ് കൊടുത്തു. Now you have a kissing hand too, he told her with a gentle goodbye. എന്നിട്ട് അമ്മയോട് പറയാ, now you have a kissing hand too. അമ്മയ്ക്കും ഒരു കിസ്സിംഗ് ഹാൻഡ് ഉണ്ട്. എന്റെ കിസ് അമ്മയുടെ കയ്യിലുമുണ്ട്. He told her with a gentle goodbye. അമ്മയോട് ഗുഡ് ബൈ പറയുന്ന സമയത്ത് പറഞ്ഞു. I love you, Chester said as he turned and danced away. എന്നിട്ട് അമ്മയോട് പറയാ, I love you. എന്നിട്ട് ശേഷം അവൻ തിരിഞ്ഞ് സ്കൂളിലേക്ക് പോയി. അമ്മ അവനെ ധൈര്യപ്പെടുത്താൻ വേണ്ടി അവൻ ഉമ്മ കൊടുത്തപ്പോ സ്നേഹത്തോടെ അവൻ അവന്റെ അമ്മയ്ക്കും തിരിച്ചുമ്മ കൊടുത്തു. അല്ലേ? ഏതൊക്കെ പുതിയ വേർഡ്സാ നമ്മളിപ്പോ പഠിച്ചിരിക്കുന്നത്? ടീസ്ഡ്, കളിയാക്കി, തമാശയായിട്ട് കളിയാക്കി, അതാണ് ടീസ്ഡ്. പ്രോമിസ്, ഉറപ്പ് നൽകുക. സ്റ്റിക്ക്, ഒട്ടി നിൽക്കുക. തോട്ട്ഫുൾ, ചിന്താകുലനായ. ഗ്രിൻഡ്, പുഞ്ചിരിച്ചു. അൺഫോൾഡഡ്, നിവർത്തി. ഫെമിലിയർ, പരിചയമുള്ള. ലീൻഡ്, മുന്നോട്ടാഞ്ഞു. How did Chester feel when he kissed his mother? ചെസ്റ്റർ അവൻ അമ്മയെ കിസ് ചെയ്തപ്പോ അവൻ എങ്ങനെയായിരിക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവുക? എങ്ങനെ എഴുതാം? Chester felt happy, loved and comforted when he kissed his mother. It made him feel confident and ready to go to school. അമ്മയ്ക്ക് ഉമ്മ കൊടുത്തു കഴിഞ്ഞപ്പോ അവന് ഭയങ്കര സന്തോഷവും ഒരു ആശ്വാസവും ഒക്കെ തോന്നി. എന്നിട്ട് അത് അവന് നല്ല കോൺഫിഡന്റ് ആക്കി. അവനിപ്പോ സ്കൂളിൽ പോകാൻ റെഡിയാണ്. Miss Raccoon watched Chester scamper across a tree limb and enter the school. അമ്മ റക്കൂൺ അവിടെ നിന്ന് അവരുടെ മകൻ സ്കൂളിലേക്ക് പോകുന്നത് നോക്കുകയാണ്. വാച്ച്ഡ് ചെസ്റ്റർ സ്കാമ്പർ അക്രോസ്, വേഗത്തില് ഓടിക്കൊണ്ട് പോവുകയാണ്. അക്രോസ് എ ട്രീ ലിംബ്, മരച്ചില്ലകളുടെ ഇടയിലൂടെ പോയിട്ട് സ്കൂളിലേക്ക് എൻ്റർ ചെയ്യുന്നത് അമ്മ അവിടെ ദൂരെ നിന്ന് നോക്കി നിൽക്കുക. ഈ ചിത്രത്തിൽ കാണാല്ലേ, കുട്ടി സ്കൂളിലേക്ക് ഓടുന്നുണ്ട്, അമ്മ ഇവിടെ നിന്ന് നോക്കി നിൽക്കുന്നുണ്ട്. As the first bell of the new school year rang, she pressed her left hand to her cheek and smiled. സ്കൂളിലത്തെ ആദ്യത്തെ ബെല്ലടിച്ചു കഴിഞ്ഞപ്പോ she pressed her left hand. അവിടെയാണ് ചെസ്റ്റർ ഉമ്മ കൊടുത്തിരിക്കുന്നത്. ആ ലെഫ്റ്റ് ഹാൻഡ് എടുത്തിട്ട് അമ്മ അവരുടെ മുഖത്തേക്ക് അടുപ്പിച്ചു വെച്ചു. pressed her cheek and smiled. എന്നിട്ട് പുഞ്ചിരിച്ചു. The warmth of Chester's kiss filled her heart with special words. Chester love you, it sang. Chester loves you. ഹൃദയത്തില് സ്പെഷ്യൽ ആയിട്ടുള്ള വാക്കുകൾ കൊണ്ട് ഫീൽ ചെയ്യാണ് അമ്മയ്ക്ക്. എന്താണ് ആ സ്പെഷ്യൽ വാക്കുകള്? ചെസ്റ്റർ ലവ് യു, ചെസ്റ്ററിന് നിങ്ങളെ വളരെയധികം ഇഷ്ടമാണ്, ചെസ്റ്റർ നിങ്ങളെ അത്രയധികം സ്നേഹിക്കുന്നു എന്ന് പാട്ട് പാടുന്നത് പോലെ അവർക്ക് തോന്നി. ഇവിടെ പുതിയ വേർഡ്സ് ഏതൊക്കെയാണ്?
സ്കാമ്പർ വേഗത്തിൽ ഓടുക, ട്രീ ലിംബ് മരക്കൊമ്പ്, റാങ് മുഴങ്ങി, പ്രസ്ഡ് അമർത്തി, വാംത് ചൂട്, സാങ് പാടി. ഇനി ഇവിടുത്തെ ബോക്സിലുള്ള ചോദ്യങ്ങൾ നോക്കാം. ഹൂ ആർ ദ മെയിൻ ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി? 2 ക്യാരക്ടേഴ്സ് ആണുള്ളത്. ആരൊക്കെയാണ്? ചെസ്റ്റർ റക്കൂൺ ആൻഡ് ഹിസ് മദർ മിസ് റക്കൂൺ. വിച്ച് പാർട്ട് ഓഫ് ദ സ്റ്റോറി ഡു യു ലൈക്ക് ദ മോസ്റ്റ് ആൻഡ് വൈ? ഈ കഥയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഏതാണ്? അത് എന്തുകൊണ്ടാണ്? ഇത് നിങ്ങളുടെ ഉത്തരമാണ്. നമുക്കൊരു സാമ്പിൾ നോക്കാം. പക്ഷെ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ തന്നെ ഇതിന് ഉത്തരം എഴുതണം. I like the part where Chester gives his mother a kissing hand back before dancing off to school. ചെസ്റ്റർ അവന്റെ അമ്മയ്ക്ക് തിരിച്ച് കിസ്സിംഗ് ഹാൻഡ് കൊടുക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം. ഇറ്റ് ഷോസ് ഹിസ് ഡീപ് ലവ് ഫോർ ഹിസ് മദർ. അത് അവന്റെ അമ്മയോടുള്ള ആഴത്തിലുള്ള സ്നേഹത്തെ കാണിക്കുന്നു. മേക്കിംഗ് ബോത്ത് ഓഫ് ദം ഫീൽ ഹാപ്പി ആൻഡ് കംഫർട്ടഡ്. അത് അവർ രണ്ടുപേരെയും ഹാപ്പിയാക്കി. അവർ രണ്ടുപേർക്കും നല്ല സമാധാനം, നല്ല ആശ്വാസം തോന്നി. അപ്പൊ ഇതാണ് ചെസ്റ്റർ റക്കൂണിന്റെയും മിസ് റക്കൂണിന്റെയും കഥ. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടോ? അപ്പോൾ എല്ലാവരും സ്വന്തമായിട്ട് ഈ സ്റ്റോറി വായിക്കണം. വായിച്ച് അറിയാത്ത വാക്കുകളുടെ അർത്ഥങ്ങളൊക്കെ നോക്കി പഠിക്കണം. ഈ ചാപ്റ്ററിന്റെ എക്സസൈസ് നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് നോക്കാം. അടുത്ത ചാപ്റ്റേഴ്സ് ഒക്കെ ഇതുപോലെ എക്സ്പ്ലെയിൻ ചെയ്തിടണമെങ്കിൽ ദയവായിട്ട് നിങ്ങൾ എന്നെ അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമന്റിൽ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.